അല്ലല്ല, ഇതൊന്നും ഞാൻ യൂട്യൂബിൽ വിടില്ല. ഹലോ, അപ്പം നമ്മളിന്ന് വർക്ക് കഴിഞ്ഞ പാടെ നേരെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പം പോയി കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ മറ്റേ ബാംഗ്ലൂർ കാണുന്ന ഒരു പൂവുണ്ടല്ലോ, അത് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും എൻ്റെ സൗന്ദര്യം നോക്കി ആസ്വദിച്ച് പിന്നെ മാമിനെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഇങ്ങനെ നിന്നില്ലെങ്കിൽ എനിക്കതിനൊരു സമാധാനം കിട്ടത്തില്ല. ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഉഴുന്ന് വടയും പരിപ്പ് വടയൊക്കെ വാങ്ങുക. ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നടത്തുന്ന കടയാണ്. 5 രൂപയേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും 12 രൂപ അതിനൊക്കെ. അങ്ങനെ അവസാനം നമ്മൾ ഗ്രോസറി ഷോപ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് പൈസ കുറവാണ്. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് പാട് കേട്ടോ. അവസാനം ഇവിടെ എത്തി. ഇവിടെ എനിക്കറിയാത്ത പല ഇലയും ഉണ്ട് ഗൈസ്. പിന്നെ ഇതിലേതാ പാളയംകോടൻ? ഇതെന്ത് പഴം? എല്ലാം. പക്ഷെ അതോ മഷ്റൂംസ്. നിങ്ങൾ പിന്നെ ഈ ഭൂമിയിലല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കാർക്കും പച്ചക്കറീനെ പറ്റി അറിയാത്തതുകൊണ്ടുമാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ പച്ചക്കറിയുടെയും പേര് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് മറ്റേ വഴുതന, കോവയ്ക്ക, അങ്ങനെ കുറേ എന്തൊക്കെയുണ്ട്, പയർ, നാരങ്ങ, പിന്നെ എനിക്കും പേരറിയാത്ത എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ചിലതിനൊക്കെ നല്ല വിലയാണ്. ബ്രോക്കലിക്കൊക്കെ നല്ല വിലയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോക്കലി. ഇതാണ് ചൊച്ചിക്ക. ഇതെന്താണ് സംഭവം എന്ന് ഞാൻ ഈ ഇടയ്ക്ക് അറിയുന്നത്. എനിക്ക് ബാക്കി നാട്ടിലെന്തോ പറയും. അങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നേരെ ഇപ്പോഴത്തുള്ള ബേക്കറിയിലേക്ക് വന്നു. ഇവിടെ എനിക്കൊരു പേട വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ 15 രൂപയാണ് നമുക്കിവിടെ പേടയുടെ വില. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. നമ്മുടെ നാട്ടിൽ 5 രൂപയുടെ പരിചയം കൊണ്ട് എനിക്ക് 15 രൂപ കണ്ടപ്പോൾ അങ്ങ് ദഹിച്ചില്ല. പഴം 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 പഴം. ബൈ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പച്ചക്കറി എന്തുവാ? പച്ചക്കറി പർച്ചേസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അല്ലല്ല, ഇതൊന്നും ഞാൻ യൂട്യൂബിൽ വിടില്ല.